ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ശ്രീബുദ്ധ ഭഗവാന്റെ ചില കോട്ടുകളാണ്. ഈ കോട്ടുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും വളരെ സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു തന്നതെന്നുള്ളത്. ഭഗവാന്റെ വാക്കുകൾ നമ്മളെ ഹൃദയത്തിൽ എടുക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് അഡാപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ഒരു വ്യക്തിയുടെ സൗന്ദര്യം കാണുമ്പോൾ നമ്മൾ നോക്കിപ്പോകും അല്ലേ? എന്നിട്ട് നമ്മൾ തിങ്ക് ചെയ്യും, എത്ര സുന്ദരനാണ് അല്ലെങ്കിൽ എത്ര സുന്ദരിയാണെന്ന്. പക്ഷേ നമ്മളത് പെട്ടെന്ന് മറക്കുകയും ചെയ്യും. പക്ഷേ ഒരാളിൻ്റെ പെരുമാറ്റം കണ്ടാൽ നമ്മുടെ ഹൃദയത്തിൽ പതിക്കും അല്ലേ? അവനോ അവളോ അവർ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ അവരുടെ സമീപനം എങ്ങനെയാണ്, സമൂഹത്തിൽ അവർ എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ പതിക്കുകയും അത് നമ്മൾ മറക്കാതിരിക്കുകയും ചെയ്യുന്നു, അല്ലയോ? നമ്മൾ ഏത് കാര്യത്തിലും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയും പോസിറ്റീവ് കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്താൽ ഒരിക്കലും നമുക്ക് വിഷമം ഉണ്ടാകില്ല അല്ലേ? കാര്യം ഏത് വരുന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കി അത് പോസിറ്റീവായി തീരും എന്ന ചിന്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. അത് തീർച്ചയായിട്ടും നമുക്കൊരു നല്ല ഫലം തരികയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ചികിത്സയും ഇന്ന് വരെയും കണ്ടുപിടിക്കാത്ത ഒരു രോഗമാണ് നമ്മൾ നെഗറ്റീവായാൽ അല്ലേ? എന്തെങ്കിലും ഫലിക്കുമോ? നമ്മൾ എല്ലാ കാര്യത്തിലും നെഗറ്റീവായി കഴിഞ്ഞാൽ നെഗറ്റീവ് സംസാരം, നെഗറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് തിങ്കിങ് ഇതെല്ലാം തന്നെ നമ്മളെ നെഗറ്റീവിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം എടുത്തു മാറ്റുക. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉള്ള വ്യക്തികൾ തീർച്ചയായിട്ടും അവർ ഫൊർഗിവ് ചെയ്യും അല്ലേ? ഫൊർഗിവ്നെസ് നമ്മുടെ ഒരു നല്ല ക്വാളിറ്റിയാണ്. എന്ത് തന്നെ ആയാലും നമ്മളത് ഫൊർഗിവ് ചെയ്യാൻ പഠിക്കുക. ധൈര്യമില്ലാത്ത വ്യക്തികളാണ് പ്രതികാരത്തിനായി മുന്നോട്ട് പോകുന്നത്. പ്രതികാരം ഒരിക്കലും ഒരു മറുമരുന്നല്ല. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പ്രതികാരം ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. അത് നമ്മളെ നല്ലൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ നല്ല ബുദ്ധിമാന്മാരാണെങ്കിൽ അവരെന്ത് ചെയ്യും? എന്ത് തന്നെ ആകട്ടെ അവരത് ഇഗ്നോർ ചെയ്യും അല്ലേ? ഇഗ്നോർ സംടൈംസ് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ചില കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്താതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ജീവിക്കാം അല്ലേ? ചില കാര്യത്തിൽ നമ്മൾ ഇഗ്നോർ ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുമല്ലേ? പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാകാം, ചില സാഹചര്യങ്ങളായാം, ഏത് തന്നെ ആയിക്കോട്ടെ. നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് സഫർ ചെയ്യേണ്ടിയൊക്കെ വരുന്നു അല്ലേ? അത് നമ്മുടെ നാളത്തേക്കുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്. ചില സഫറിങ്സിൽ കൂടി നമ്മൾ കൂടുതൽ പഠിക്കും, നമ്മൾ കൂടുതൽ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നു. ആ ഒരു എക്സ്പീരിയൻസ് നമ്മളെ ബെറ്റർ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിത വിജയത്തിലേക്കാണ്. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധാപൂർവം ഒന്ന് മനസ്സിരുത്തി മനസ്സിലാക്കുക. എന്നിട്ട് അതിനോടൊപ്പം ചേരുക. നല്ല നാളേക്കും നല്ല നന്മയ്ക്കുമായിട്ട് നമ്മളെല്ലാവരും കരുതിയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ. ബൈ.